ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 14 അധ്യായം 31 വാക്യം. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനോട് കൃപ കാണിക്കുന്നവൻ അവനെ ബഹുമാനിക്കുന്നു. ശ്രീബുദ്ധൻ ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. സ്നേഹമന്ത്രങ്ങൾ ഉരുവിട്ടും സത്പ്രവർത്തികൾ ചെയ്തും വളരെ ദിവസങ്ങളോളം അവർ അവിടെ കഴിഞ്ഞു. ഇതിനിടയിൽ ഒരു പ്രഭാതം ശിഷ്യന്മാരിൽ ഒരാൾ ഓടിക്കിതച്ച് ഭഗവാന്റെ സമീപത്തെത്തി. അയാളുടെ മുഖം വിഷാദപൂർണമായിരുന്നു. എന്തു പറ്റി? നിന്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ, ശ്രീബുദ്ധൻ അന്വേഷിച്ചു. ഗുരു, അതാ അക്കാണുന്ന മരത്തിൻ്റെ ചുവട്ടിൽ ഒരു പിച്ചക്കാരിരിപ്പുണ്ട്. ശിഷ്യൻ അങ്ങോട്ട് വിരൽ ചൂണ്ടിക്കാണിച്ചു. എന്താ അയാളുടെ വിശേഷം? ഭഗവാൻ അറിയാൻ താല്പര്യമായി. ഒരു പാവമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അയാൾക്ക് നല്ല ധർമ്മങ്ങൾ പലതും ഉപദേശിച്ചു കൊടുത്തു. ശിഷ്യൻ വിശദീകരിക്കാൻ തുടങ്ങി. കൊള്ളാം, എന്നിട്ട് എന്തുണ്ടായി? ശ്രീബുദ്ധൻ ശിഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറയുന്നൊന്നും അയാൾ ഗൗനിക്കുന്നതേയില്ല. ശിഷ്യൻ സങ്കടപ്പെട്ടു. ശ്രീബുദ്ധൻ ഉടനെ കാരണമറിയാനായി ആ പിച്ചക്കാരൻ്റെ അടുക്കിലേക്ക് ചെന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ സാധു മനുഷ്യൻ്റെ ദയനീയ സ്ഥിതി അദ്ദേഹത്തിന് മനസ്സിലായി. അയാൾ എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട് വളരെ ദിവസങ്ങളായി കഴിഞ്ഞിരുന്നു. അയാളുടെ ഒട്ടിയ വയറും കുഴിഞ്ഞ കണ്ണുകളും കണ്ട് ഭഗവാൻ ദുഃഖിതനായി. അയാൾക്ക് വയറ് നിറയെ ആഹാരം കൊടുക്കുവാൻ ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു. ശിഷ്യന്മാർ ഉടനെ അയാൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. കിട്ടിയ ഭക്ഷണം മുഴുവൻ അയാൾ ആർത്തിയോടെ തിന്നു. തീറ്റി കഴിഞ്ഞ് അല്പം ശ്രമിച്ചപ്പോൾ പിച്ചക്കാരൻ്റെ ക്ഷീണമെല്ലാം മാറി. അയാളുടെ മുഖത്ത് സന്തോഷം കളിയാടി. ശ്രീബുദ്ധനോട് നന്ദി പറഞ്ഞ് അയാൾ അവിടെ നിന്നും നടന്നു നീങ്ങി. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശിഷ്യൻ. അയാൾക്ക് വലിയ അത്ഭുതം തോന്നി. അയാൾ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, അങ്ങ് എന്താണ് ആ സാധു മനുഷ്യനോട് ഒന്നും ഉപദേശിക്കാതിരുന്നത്? ശിഷ്യൻ്റെ ചോദ്യം കേട്ട് ശ്രീബുദ്ധൻ ഒന്ന് മന്ദഹസിച്ചു. എന്നിട്ട് പറഞ്ഞു, ശിഷ്യ, ആ സാധു മനുഷ്യന് ഇപ്പോൾ ആവശ്യം നമ്മുടെ ഉപദേശമായിരുന്നില്ല, ആഹാരമായിരുന്നു. വിശപ്പാണ് വലുത്. വിശക്കുന്നവനോട് വേദമോദിയിട്ട് കാര്യമില്ല. വിശപ്പ് തീർന്ന മനുഷ്യൻ്റെ മുൻപിലെ ധർമ്മത്തിനും ഉപദേശത്തിനുമൊക്കെ സ്ഥാനമുള്ളൂ. ശരിയാണ് ഗുരു, ശരിയാണ്. എനിക്ക് തെറ്റുപറ്റി. അങ്ങയുടെ മഹത്തായ ഈ പ്രവൃത്തി എനിക്കൊരു പാഠമായിരിക്കുന്നു. ശിഷ്യൻ വിനീതനായി ഗുരുവിനെ വണങ്ങി. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹം എളിയവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ ദാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രഭാതത്തിൽ അപ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയുടെ സ്തോത്രം. എളിയവരെ കരുതുവാനും ആദരിക്കുവാനും ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാനും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിഭവങ്ങളെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ പ്രഭാതത്തിലെ വചന കേൾവി സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.